എഞ്ചിന്റെ വെടി തീരാനായ പല പ്ലെയേഴ്സും ഇന്ന് കുറച്ച് പൈസ കിട്ടിയാൽ ലോകത്തിന്റെ ഏത് കോണിലും ഫുട്ബോൾ കളിക്കാൻ റെഡിയായി നിൽക്കുന്ന ഈ കാലത്ത് ഒരു പ്രത്യേക സുപ്രഭാതത്തില് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജ്യാന്തര മത്സരത്തിൽ നിന്ന് വിരമിക്കുകയും അതേസമയം ക്ലബിനോട് ഇനി കോൺട്രാക്ട് പുതുക്കണ്ടെന്ന് പറയും. അങ്ങനെ എല്ലാം ഒരൊറ്റ കോൺഫറൻസിൽ, അതായത് മീഡിയ കോൺഫറൻസിൽ പറഞ്ഞുകൊണ്ട് ആള് ഇറങ്ങിപ്പോവാണ് ആ ക്ലബ്. അങ്ങനെ ഇറങ്ങിപ്പോയ ഒരു ലെജൻഡിന്റെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ വീഡിയോന്റെ ഉള്ളിലേക്ക് പോണേക്കാളും മുന്നേ ആരെങ്കിലും ഫോളോ ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ വീഡിയോന്റെ ഉള്ളിലേക്ക് പോകാം. കാറ്റലൂണിയയുടെ ഗ്രാമത്തിൽ ജനിച്ച നമ്മുടെ ഈ പയ്യൻ അങ്ങനെ ഒരു ദിവസം ലാമാസിയുടെ ട്രയൽസിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കാം. അങ്ങനെ സകല ആത്മവിശ്വാസവും നെഞ്ചിലേറ്റിയിട്ട് ആള് ആ ട്രയൽസിന് അറ്റൻഡ് ചെയ്യും. ആ ട്രയൽസിൽ സെലക്ട് ആവുകയും ചെയ്യും. എന്നാൽ ആളുടെ കൂടെ ലാമാസിയയില് പിന്നീട് ലെജൻഡായ രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരാളുടെ പേര് ആന്ത്രേസ് ഇനിയസ്റ്റ, മറ്റൊരാളുടെ പേര് ബാഴ്സലോണയുടെ എക്കാലത്തെയും ലെജൻഡറി കീപ്പർ വിക്ടർ വാൾഡസ്. ആളുടെ ലാമാസിയയിലെ അവസാനത്തെ ട്രെയിനിങ് സെഷനിൽ കഴിഞ്ഞു. കൃത്യം 1500 ദിവസങ്ങൾക്ക് ഇപ്പുറം ആൾക്ക് ഒരു സെക്കൻഡ് ഹാഫിൽ ബാഴ്സലോണയെ പ്രതിനിധീകരിക്കാൻ ഒരവസരം കിട്ടി. പിന്നീട് ആ ദിവസം വന്നു, ചതിയുടെ ദിവസം. ഫിഗോനെ വെടിവെച്ച് കൊല്ലാൻ കാറ്റലോണിയൻ ആരാധകർ കാത്തിരിക്കുന്ന സമയത്താണ് അയൽ ക്ലാസിക്കോ വരുന്നത്, അതും സാന്റിയാഗോ ബെർണാബ്യൂവിൽ. എന്നാൽ ആ മത്സരത്തിൽ ഫിഗോനെ ഏട്ടം വലം പോലും തിരിയാൻ സമ്മതിക്കാതെ മാൻ ടു മാൻ മാർക്കിംഗ് ഇട്ട് പൂട്ടിക്കൊണ്ടാണ് അയാൾ ആരാന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. 6 ലാലിഗ ടൈറ്റിലും 3 ചാമ്പ്യൻസ് ലീഗുമാണ് ആള് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലബിന് വേണ്ടി നേടിക്കൊടുത്തത്. സ്പെയിൻ 2010 ഇനിയസ്റ്റയുടെ ഗോളിൽ കപ്പെടുക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നത്. എന്നാൽ നമ്മൾ തീരെ അധികം ചർച്ച ചെയ്യാത്ത ഒരു കളിയാണ് സെമി ഫൈനലിൽ ജർമ്മനി വേഴ്സസ് സ്പെയിൻ മത്സരം. 1-0 സ്പെയിൻ ആ കളി ജയിച്ചത്. 44 വർഷം കാത്തിരുന്നിട്ട് ആ ഫൈനൽ കളിക്കാൻ സ്പെയിനെ കൊണ്ടുവന്നത് നമ്മുടെ ഈ പയ്യന്റെ ഹെഡറാണ്. അതും ഒരു കോർണർ ബോൾ. ബോക്സിലേക്ക് പറന്നു വന്ന പന്ത് സ്വന്തം ഡിഫൻഡറായ പിക്വയുടെ മേലക്കൂടെ ചാടി ഒരു ഹെഡർ ഫിനിഷിലൂടെ സ്പെയിനിനെ ഫൈനലിലേക്ക് കൊണ്ടുപോയി. ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലില് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചുകൊണ്ട് ആ ബാഴ്സലോണ ടീം കപ്പെടുക്കണം. 2 മിനിറ്റിന് മാത്രം ഇറങ്ങിയ ആ പയ്യൻ അദ്ദേഹത്തിന്റെ ആംബാൻഡ് ഊരിയിട്ട് ആ ക്യാൻസർ സർവൈവറിന് ഊരി കൊടുക്കാണ്. നീയാണ് ഏറ്റവും വലിയ പോരാളി ഈ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട്. യെസ്, ഇഫ് യു തിങ്ക് leadership means is always about shouting, then watch the real man who stayed silent and stayed calm and brought all the trophies to his country and his club. So let's introduce the one and only, the great defenders of Spain, Carlos Puyol.